നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിലെ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും സഹായധനം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകും. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്ത കേട്ടത് ദുഃഖകരമാണ് എന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് സഹായധനം പ്രഖ്യാപിക്കുകയുമുണ്ടായി. അപകടം ഹൃദയഭേദകമാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. താൻ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തണമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. സ്ഫോടനത്തിൽ അഗാധമായ ദുഃഖം പ്രിയങ്ക ഗാന്ധിയും രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരോർത്ത് ഹൃദയം നുറങ്ങുന്നു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ആകെ സജ്ജമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. അപകടം നടന്ന മണിക്കൂറുകളിൽ തന്നെ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു. ഇത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ വകുപ്പുകളുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. പൂരത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനം ഞെട്ടിക്കുന്നതും കേരളത്തെ ആകെ സങ്കടത്തിലാക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 13 പേർക്ക് ജീവൻ നഷ്ടമായെന്നും നിരവധി തൊഴിലാളികൾക്ക് ഗുരുതര പൊള്ളലേറ്റെന്നുമുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം ദിവസവേതനക്കാരായ സാധാരണ തൊഴിലാളികളാണ്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ സർക്കാർ ഉറപ്പാക്കണം. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. അപകടം വളരെയധികം വേദനയുണ്ടാക്കുന്നതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിക്കേറ്റവർക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും മറ്റ് ആശുപത്രികളും ചികിത്സയ്ക്ക് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ മാസ് കാഷ്വാലിറ്റി ക്രമീകരിച്ചു. ബേൺസ് യൂണിറ്റ് പൂർണ്ണ സജ്ജമാണ്. ജീവനക്കാരെ അധികമായി വിന്യസിച്ചെന്നും മന്ത്രി പറഞ്ഞു. ലഡാക്ക് യാത്ര റദ്ദാക്കി രാത്രി തന്നെ തൃശൂരിൽ തിരികെ എത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വിവരമാണ് ലഭ്യമായത്. ഡൽഹിയിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഉച്ചയോടെ ലഡാക്ക് യാത്ര റദ്ദാക്കി തൃശ്ശൂരിലേക്ക് എത്തുകയായിരുന്നു സുരേഷ് ഗോപി. നമുക്കറിയാം, തൃശ്ശൂർ MP ആണ് അദ്ദേഹം. യാത്ര മാറ്റി തൃശ്ശൂരിലെത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് അപകടത്തെ പറ്റിയുള്ള ലഭ്യമായ വിവരം നൽകിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തിരിച്ചു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. 9 പേർ മരണപ്പെട്ടു എന്ന്, അതായത് ആ മണിക്കൂറുകൾ അദ്ദേഹം അറിഞ്ഞ സമയങ്ങൾ 9 പേരാണ് മരണപ്പെട്ടത്. ഇനി മരണസംഖ്യ ഉയർന്നേക്കാം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള സുരക്ഷയും ഉറപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അവരും, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരും മനുഷ്യരാണ്. അവർക്കും ഒരു അപകടവും വരാൻ പാടില്ല. ദുഃഖത്തിൽ പങ്കുചേരുന്നു. രാത്രി തന്നെ സ്ഥലത്തെത്തുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം തൃശ്ശൂർ MPയും സംഭവ സ്ഥലത്ത് എത്തുകയുണ്ടായി. മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളടക്കം തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. അപകടത്തിൽ മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മാത്രമല്ല, സുരേഷ് ഗോപി MP പറഞ്ഞ മറ്റൊരു കാര്യം, വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കമ്മീഷണർ നിഷ്കർഷിക്കുന്ന ദൂരത്തിന് പുറത്തുനിന്ന് മാത്രമാണ് രക്ഷാപ്രവർത്തനം. കൂടുതൽ അപകടമൊന്നും വരുത്തി വയ്ക്കാതെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ജീവന് അപകടമൊന്നും സംഭവിക്കാതെ കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടന വാർത്ത അതീവ ദുഃഖത്തോടെയും നടുക്കത്തോടെയുമാണ് അറിഞ്ഞത്. ഉപജീവനത്തിനായി പണിയെടുത്തുകൊണ്ടിരുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് മേൽ ഇത്തരമൊരു ദുരന്തം വന്നു പതിച്ചു എന്നത് ഉൾക്കൊള്ളാനാകുന്നില്ല. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങളുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ നേരുകയാണ്. അവരുടെ കുടുംബങ്ങളുടെ തീരാനഷ്ടത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ എത്രയും വേഗം ആരോഗ്യവാന്മാരായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അടിയന്തരമായി സംസാരിക്കുകയും സ്ഫോടനത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. ദുരന്തബാധിതരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അതേസമയം തൃശൂർ വെടിക്കെട്ട് ദുരന്തം അടിയന്തര സാഹചര്യം നേരിടാൻ 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അനുവദിച്ചു. മികച്ച ചികിത്സ നൽകാൻ ആരോഗ്യ വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയുണ്ടായി. മറ്റ് ചിലരുടെ മന്ത്രിമാരുടെ പ്രതികരണവും കൂടി നമുക്ക് നോക്കാം. കെ.സി. വേണുഗോപാൽ MP പ്രതികരിച്ചു. പുറ്റിങ്ങലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ്. പരിക്കേറ്റവർക്ക് ധനസഹായം നൽകുന്നതിൽ പെരുമാറ്റച്ചട്ടത്തിൽ കുടുക്കേണ്ട കാര്യമില്ല. സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചത് കൂടാതെ കൂടുതൽ തുക കേന്ദ്രം അനുവദിക്കണം
അനുവദിക്കണമെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. അപകടത്തിന്റെ കാരണം വ്യക്തമാകേണ്ടത് അനിവാര്യമാണെന്നും പെസോ അധികൃതർ നാളെ സംഭവ സ്ഥലത്തെത്തും. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചനുസരിച്ച് നടത്തും. പ്രധാനമന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കരുതലാണത്. എല്ലാവരുടെയും കൂട്ടായ്മയിൽ അതിൽ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തും. കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതുകൂടി ലഭ്യമായാലേ മരണപ്പെട്ടവർ എത്രയെന്ന് വ്യക്തത വരുമെന്നാണ് സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. മുണ്ടത്തിക്കോട് സംഭവിച്ച വലിയ ദുരന്തത്തിന്റെ നെട്ടിലാണ് തൃശൂർ എന്നും ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ലെന്നും പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിക്കേറ്റ ആളുകളെ ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത നാം സ്വീകരിക്കണമെന്നും വളരെ ശാന്തതയോടെ തുടർ വിഷയങ്ങളിലുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ വൈകാരികമായല്ല യാഥാർത്ഥ്യബോധത്തോടെ വേണം കാര്യങ്ങളെ സമീപിക്കാനെന്നും വിജയരാഘവൻ പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച് പരിക്കേറ്റവരെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയതായി മന്ത്രി P. രാജീവ് 7 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 9 ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തുമെന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. ഇതിനായി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘം നാളെ എത്തുമെന്ന് മന്ത്രി പറഞ്ഞു. അതായത് ഇന്ന് എത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കൂടാതെ 5 പേർ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിലാണെന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. തൃശൂർ മെഡിക്കൽ കോളേജ് എല്ലാവിധ ആവശ്യങ്ങൾക്ക് സജ്ജമാണെന്നും ആവശ്യം വന്നാൽ പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കാനും തീരുമാനമായിട്ടുണ്ടെന്നും P. രാജീവ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം ചീഫ് സെക്രട്ടറി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുകയാണെന്നും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും P. രാജീവ് പറഞ്ഞു. എന്തായാലും ഈ സ്ഫോടനത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം രാവിലെ മുതൽ തുടങ്ങിയിരുന്നു. 9 മൃതദേഹങ്ങൾ കിട്ടിയതിൽ 5 പേരെ പോസ്റ്റ്മോർട്ടം രാത്രി പൂർത്തിയാക്കിയിരുന്നു. മൃതദേഹങ്ങൾ വിട്ടു നൽകി. ബാക്കി 4 മൃതദേഹങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചു. 23 ശരീരഭാഗങ്ങൾ കിട്ടിയതായി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം അറിയിച്ചു. ഇവയിൽ 11 ശരീരഭാഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ബാക്കി ഇന്ന് നടക്കും. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 5 പേരുടെ നില ഗുരുതരമാണ്. വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ കൂടുതൽ സംഘങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഒരു രോഗിക്ക് 3 ഡോക്ടർമാരുടെയെങ്കിലും പരിചരണം ഉറപ്പാകുമെന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത്. എന്തായാലും വലിയൊരു ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.